Hi, good morning, children. Welcome back to our class. Children, in the previous class, already we discussed introduction, right? Yes, we know that our country is India, right? We have 28 states and 9 union territories are there. Understand? And in our India, then which state we live? We live in Kerala, right? Then what is our language? Our language is Malayalam. Okay. Then like Kerala, other states are there. Okay, Tamil Nadu, Andhra, Karnataka, like that, right? Then in this, so we know that India has the second highest population in the വേൾഡ് അല്ലേ? ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. ഒന്നാം സ്ഥാനം ഓൾറെഡി ഐ ടോൾഡ് യു ചൈന, റൈറ്റ്? അപ്പം പിന്നീട് നമ്മുടെ രാജ്യങ്ങൾ, അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലേ, സോ മെനി പീപ്പിൾ കെയിം ടു ഇന്ത്യ ഫ്രം അതർ കൺട്രീസ് അല്ലേ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് താമസിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ആചാരങ്ങളൊക്കെ അവർ അനുഷ്ഠിച്ച് പോന്നു. Then I told you know our language is Malayalam, like Tamil Nadu. What is their language? Their language is Tamil. Then Karnataka, Kannada. Andhra Pradesh, Telugu. So we know that. Then after that, India is the birthplace of 4 great major religions of the world. What are the 4 major great religions? Hinduism, Sikhism, Buddhism and Jainism. And after that 3 religions, what are they? Christianity, Islam and Zoroastrianism. These 3 religions reached to India from outside. Understand? ആൻഡ് സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഒക്കെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ, അതായത് സോ മെനി പീപ്പിൾ ആർ ലിവിങ് അല്ലേ ഇൻ അവർ ഇന്ത്യ. പല പല സ്റ്റേറ്റുകളിൽ പല പല ഡ്രസ്സുകൾ, പല പല ഫുഡുകൾ അല്ലേ, പിന്നെന്താണ് മതങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ കൂടിയും വി ഓൾ ആർ ഇന്ത്യൻസ്. ഓക്കെ, വി ലേൺ അപ് ടു ഹിയർ. Then today we are going to study about differences in clothing and food. അല്ലേ, ഇപ്പോൾ we know that there is a large variety, അല്ലേ, there is a large variety in the kind of food we eat and the kind of clothes. അതായത് നമുക്ക് അറിയാം പലതരത്തിലുള്ള ഫുഡുകളും പലതരത്തിലുള്ള ഡ്രസ്സുകളുമാണ് നമുക്കുള്ളത് അല്ലേ. if you go from one place to another, if we go from one place to another, we have different kinds of food and different kinds of dresses. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫുഡാണോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കണക്കത്തെ ഡ്രസ്സാണോ? അല്ല. സോ ഡിഫറെൻറ്റ്. അണ്ടർസ്റ്റാൻഡ്? സോ if we go from one place to another, so what happened? Their food and clothing, so both are different. Understand? And the people those who live in mountain അല്ലേ, അതായത് പർവ്വതങ്ങളിൽ, ആ പർവ്വത പ്രദേശങ്ങളടുത്ത് താമസിക്കുന്ന ആൾക്കാർ, വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് they wear woolen dresses, woolen clothes. അണ്ടർസ്റ്റാൻഡ്? എന്തുകൊണ്ടാണ് പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും തണുപ്പാണ് അല്ലേ, മഞ്ഞാണ്. അപ്പോൾ they need woolen dresses, woolen clothes. Understand, children? Understand? So woolen dresses are very suitable for them people, those who are live on high mountains. Understand? ഓക്കെ, അപ്പോൾ അതായത് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് കൂടുതലായിട്ട് എന്താണ്, മഞ്ഞുള്ളത് കൊണ്ട് അവിടെ ഭയങ്കര തണുപ്പാണ്. they wear woolen clothes. Okay, അപ്പോൾ the woolen clothes. Then from where do we get wool? We get wool from sheep and goats അല്ലേ. ഷീപ്പിൽ നിന്നും ഗോഡ്സിൽ നിന്നുമാണ് നമുക്ക് കൂടുതലും ഈ woolen cloths, അതായത് കമ്പിളി എന്ന് നമ്മൾ പറയാം അല്ലേ. കമ്പിളി വസ്ത്രങ്ങളാണ് കൂടുതലും ഈ മൗണ്ടൈൻ ഏരിയയിലുള്ളവർ ശരിക്കും ധരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? അതായത് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പലതരത്തിലുള്ള, അതായത് വ്യത്യസ്തമായ ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ, വ്യത്യസ്തമായ ക്ലൈമറ്റ് ആയിരിക്കും. ആ ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡ്രസ്സുകളാണ് കൂടുതലും പീപ്പിൾ ധരിക്കുന്നത് അല്ലേ. ദ ക്ലൈമറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്
മേക്സ് എസ് ഡ്രസ് ഡിഫറെൻ്റ്ലി. അതായത് ക്ലൈമറ്റ് വ്യത്യസ്തമാകുമ്പോൾ നമ്മുടെ ഡ്രസ്സസിലും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലുള്ളവർ, കേരള പീപ്പിൾ, അതായത് കേരള മെൻ ദേ വെയർ ലുങ്കി അല്ലേ? നമുക്കറിയാം മുണ്ടല്ലെങ്കിൽ ലുങ്കി എന്ന് നമ്മൾ പറയും. മുണ്ടല്ലെങ്കിൽ ലുങ്കി, മുണ്ടോർ ലുങ്കി, വേർ മുണ്ടോർ ലുങ്കി. ദെൻ വാട്ട് അബൌട്ട് തമിഴ് മെൻ ദേ വെയർ വേഷ്ടി അല്ലേ? ഉത്തരീയം എന്ന് പറയും, ദേ വെയർ വേഷ്ടി. അപ്പോൾ അങ്ങനെ പല സ്റ്റേറ്റുകൾ, നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ കൂടി ഈ സ്റ്റേറ്റുകളിൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രസ്സസ് ആർ ദെയർ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ ഇപ്പം മെൻ ഓൾറെഡി ആയി ചോദിച്ചു, മെന്ന് അവർ ധരിക്കുന്ന എന്താണ്? മുണ്ട അല്ലെ, ലുങ്കി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? വാട്ട് അബൌട്ട് വിമൻ ദേ വെയർ സാരി അല്ലേ? അപ്പോൾ ദ വിമൻ വെയർ ദ പീപ്പിൾ, നമ്മൾ ധരിക്കുന്ന എന്ത് ഡ്രസ്സാണ്? നമ്മുടെ ലേഡീസ് സാരിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, സാരിയാണ്. അപ്പോൾ അങ്ങനെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വ്യത്യസ്തമാകുമ്പോൾ അല്ലേ? അതായത് ക്ലൈമറ്റിൻ്റെ അക്കോർഡിംഗ് ടു ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അതായത് ക്ലൈമറ്റ് വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ദ പീപ്പിൾ ഓഫ് തമിഴ് അല്ലേ? ദേ ഡു നോട്ട് നീഡ് വൂളൻ ഡ്രസ്. They do not need woolen dress at all. Understand? The people of Tamil Nadu, they need the people of Tamil, they do not need woolen dress at all. Understand? പിന്നെ എന്താണ്? The dhoti and sari worn in different ways in different parts of India. അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ധരിക്കുന്നത് എന്താണ്? ധോത്തി അല്ലേ? ആൻഡ് സാരി. കൂടുതലും ധോത്തിയും സാരിയുമാണ് കൂടുതലും നമ്മുടെ അതായത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലുള്ളവർ കൂടുതലായിട്ടും ധരിക്കുന്നത്. പിന്നെന്താണ്? ഗാഗ്രാസ് അല്ലേ? ലങ്കാസ് ആർ ഓൾസോ വോൺ ഇൻ ദ നോർത്തേൺ ഇന്ത്യ. നോർത്തേൺ സൈഡിൽ ചെന്നാൽ ഗാഗ്രാസും ലങ്കാസുമാണ് കൂടുതലും കാണുന്നത് അല്ലേ? പിന്നെന്താണ്? ഇപ്പം കൂടുതലും ഇപ്പം വിമൻ ദേ വെയർ സൽവാർ ആൻഡ് കമ്മീസ്, സൽവാർ കമ്മീസ് അല്ലേ? ഇപ്പോൾ ഇറ്റ് ഈസ് എ കോമൺ ചോയ്സ് ഓഫ് ക്ലോത്തിങ് ഓൾ ഓവർ ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതലായിട്ടും അല്ലേ, ശരിക്കും കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത് സൽവാർ കമ്മീസാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് മോർ കൺവീനിയൻറ്റ് ഫോർ വർക്കിംഗ് വിമൻ. അണ്ടർസ്റ്റാൻഡ്? ഫ്രം നോർത്ത് ടു സൗത്ത്. അതായത് ഈ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കൂടുതലും സുരക്ഷിതമായിട്ട് അല്ലേ, അതായത് അവർക്ക് അതൊരു കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അല്ലേ, എന്ത് ഡ്രസ്സാണ്? ഇതാണ് എന്താണ്? സൽവാർ കമ്മീസാണ് കൂടുതലും. ഓക്കെ ചിൽഡ്രൻ, see children, we wear different dresses. Understand? So here there is a large variety in the kind of food we eat and the kinds of clothes we wear. If we go from one place to another, we can wear different kinds of dresses. Understand? So here the people, those who are living in live on high mountains, what kind of dress they wear? They wear woolen cloths. Why they wear woolen dresses? Because there is very cool അല്ലേ? അവിടെ കൂടുതലും എന്താണ്? തണുപ്പാണ്, മഞ്ഞുള്ളത് കൊണ്ട് they wear what kind of dresses? Woolen dresses. From where do we get these woolen dresses? From where do we get wool? We get wool from sheep and goats അല്ലേ? ഷീപ്പിൽ നിന്നും ഗാഡ്സിൽ നിന്നുമാണ് കൂടുതലും നമുക്ക് wool കിട്ടുന്നത്. Then the climate in different places makes us dress differently അല്ലേ? അതായത് ക്ലൈമറ്റ് വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഡ്രസ്സും നമ്മൾ പലതരത്തിലുള്ള ഡ്രസ്സ്, ഓരോ സ്ഥലത്തും ഓരോ ക്ലൈമറ്റാണ് അല്ലേ? അപ്പോൾ ഇപ്പം നമുക്കിവിടെ കൂടുതൽ ചില സമയത്ത് ചൂട്, ചില സമയത്ത് തണുപ്പ് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചൂടായിരിക്കും അല്ലേ? അപ്പോൾ ചൂടുള്ള സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യും? കോട്ടൺ ഡ്രസ്സസ് ധരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഹൈ മൗണ്ടൈൻ ഭാഗത്ത്, അതായത് പർവ്വതങ്ങളുടെ സൈഡിലുള്ളവരൊക്കെ കൂടുതലും ധരിക്കുന്നത് എന്ത് ഡ്രസ്സാണ്? വൂളൻ ഡ്രസ്സാണ് അല്ലേ? ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ ഫോർ ദീസ് വൂളൻ ഡ്രസ്സസ് ആർ വെരി കംഫർട്ടബിൾ ഫോർ ദം. Isn't it, children? Then the people of Tamil അല്ലേ, they do not need woolen dresses. Understand? They do not need they do not need woolens at all. Understand? So then the dhoti and sari worn in different ways in different parts of India. Then gagras, lengas also these gagras or lengas are also worn in the northern
India. Salwar kameez is very convenient. Salwar kameez is more convenient for working women. Understand? For working women from north to south. Understand? Have you understood, children? Okay, homework, read page number, read page number 219, 218 and 219. 218, 219. Okay, how many times? 3 times. Okay, clothing. Okay, children, I am going to wind up the class. Thank you and have a nice day.